നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയ ഭയമാണ്, ഇവിടുത്തെ മുസ്ലിം ലീഗിനെ ഭയമാണ്, ഇവിടുത്തെ SDPI ഭയമാണ്. അതിനൊരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ വലിയ മതേതരത്വമൊക്കെ വിളമ്പുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ മാസം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ശ്രീമാൻ KM ഷാജി ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയിൽ പറയുന്നത് എന്താ അറിയോ? മതമല്ല 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 പ്രശ്നം എന്ന് പറയുന്നവരോട് ഞങ്ങൾ പറയുകയാണ്. ആരാ പറയുന്നത്? KM ഷാജി പറയാണ്. KM ഷാജി, മുസ്ലിം ലീഗിന്റെ നേതാവായ KM ഷാജി പറയുകയാണ്, മതമാണ് 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 പ്രശ്നം, ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നമെന്ന് ശ്രീമാൻ KM ഷാജി പറഞ്ഞിട്ട് മതേതരം വാരി വിളമ്പുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞു. ഇവിടുത്തെ VD സതീശൻ KM ഷാജി തിരുത്തണമെന്നൊരു പ്രസ്താവന പറഞ്ഞോ. പറയാൻ നിങ്ങൾക്ക് ഭയമാണെന്ന് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. താങ്കൾ മറുപടി പറയണം. നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളുമായിട്ടുള്ള UDFന്റെ ബാന്ധവം, അതാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇത് മൈക്കിന് ശബ്ദം പോരാൻ തോന്നുന്നു. എല്ലാ ശബ്ദം ഓക്കെയാണ്, ഒരു കുഴപ്പം. അദ്ദേഹം മറുപടി പറഞ്ഞ ശേഷം തരാം. ആ സുഹൃത്ത് സംസാരിച്ചതിന് മുമ്പ് പ്രഭാത് എന്ന് പറയുന്ന എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഇവിടെ പറയട്ടെ, ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിനൂടെ മറുപടി പറഞ്ഞിട്ട് ഇതിനൂടെ മറുപടി പറയാം. ഇത് രണ്ടും പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഹരിപ്പാടിനൊരു രാഷ്ട്രീയ സംസ്കാരവും ഒരു പാരമ്പര്യവുമുണ്ട്. മുൻപ് രാഷ്ട്രീയ സംഘർഷങ്ങൾ പതിവായി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഹരിപ്പാട്. പക്ഷേ ഈ സമീപകാലത്ത് പ്രത്യേകിച്ച് ഇടതുപക്ഷവും UDFും തമ്മിലായിരുന്നു, കോൺഗ്രസും തമ്മിലായിരുന്നു പല സമയങ്ങളും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സമീപകാലത്ത് എത്ര വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ പല സ്ഥലങ്ങളുണ്ടെങ്കിലും ഹരിപ്പാട് ഒരു ശാന്തമായ അന്തരീക്ഷത്തിലൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഒരു സൗഹാർദ്ദപരമായ സമീപനത്തിലൂടെ പൊക്കൊണ്ടിരുന്ന സ്ഥലമാണ്. നമുക്ക് നാളെയായാലും തെരഞ്ഞെടുപ്പ് നാളെ കഴിയും, പിന്നീട് കാണേണ്ടവരുമാണ് പരസ്പരം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആരാധനാലയങ്ങൾ തച്ചു തകർക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയില്ല. മറുപടി അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിച്ചത് മറുപടി ഇല്ല അദ്ദേഹത്തിന്.